ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതാണ് വെനില കുക്കർ കേക്ക്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേക്ക്ഫീൽഡിലെ കുക്കർ കേക്ക് വെനില മിക്സ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പ്യൂറാമേറ്റിന്റെ വിപ്ഡ് ക്രീം പൗഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതും വെനില ഫ്ലേവറിന്റെയാണ്. ഓക്കെ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഗൈസ്, നമുക്ക് അതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മളുടെ പാക്കറ്റിനുള്ളിൽ നിന്ന് നമുക്ക് കേക്ക് മിക്സിൻ്റെ ഒരു പാക്കറ്റ് കിട്ടി. പിന്നെ നമുക്ക് എന്താ പറയുക മിൽക്ക് മെഷർ ചെയ്യുന്ന ഒരു പാക്കറ്റ് കിട്ടി. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റേ മെഷർ ചെയ്യാനുള്ള കപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പാക്കറ്റ് ഉപയോഗിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് നമുക്ക് ഇതിലിടാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മെഷറിംഗ് പൗച്ചിൽ ഡോട്ടഡ് ലൈൻ മാത്രം കേട്ടോ. ഒരു ഇഞ്ച് പോലെ അങ്ങനെ അടങ്ങാൻ പാടില്ല കേട്ടോ ഗൈസ്. ഒരു ഇഞ്ച് പോലെ അടങ്ങിയില്ല. ഇത് നമുക്ക് പാലയിൽ വയ്ക്കാം ഗൈസ്. കണ്ട ഗൈസ്, ഇത് കറക്റ്റാണ്. അപ്പോൾ ഞാൻ വെജിറ്റബിൾ ഓയിൽ ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് എല്ലാ സൈഡിലാക്കിയിട്ട് ഇതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് നമുക്ക് ഈ സാധനം അവിടെ മാറ്റി വയ്ക്കും. അയ്യോ ഇത്ര ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, ആക്ച്വലി വന്നിട്ട് ഈ സ്റ്റാൻഡ് വെച്ചിട്ടാണ് കുക്കറിൽ ആക്ച്വലി വെക്കേണ്ടത്. അങ്ങനെ എൻ്റെ പ്രതീക്ഷ. പക്ഷേ ഈ സ്റ്റാൻഡ് വർക്ക് ആവില്ല. അതുകൊണ്ടാണ് ഈ സാധനം ഇതിലിങ്ങനെ വെച്ചിട്ട് ഇതിലിങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ പടാകാവുന്നതാണ് വിപ്ഡ് ക്രീം. അതിന് നമ്മളിതും ഈ മിക്സ് മൊത്തം ഇടുക. എടുത്തിട്ടുണ്ട് ഗൈസ്. ഇത് നമുക്ക് ഇതിൽ കൊടുക്കാം. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിനെ ഇങ്ങനെ പ്രോസസ്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ ഈ വിപ്ഡ് ക്രീമിനെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഓക്കെ ഗൈസ്, നമ്മളെ കേക്ക് ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സൈഡ് പൊക്കി ഒരു സൈഡ് താഴ്ത്തിയിട്ട് ബാക്കിയുള്ള അടിഭാഗം എന്ത് കേൾക്കണത്? ശരി, ഇത് എടുക്കാം. ഇത് പണ്ടാരം എന്താ ഞാൻ ചെയ്യണം എനിക്കെന്നെ അറിയില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളെ കേക്ക് റെഡി കഴിഞ്ഞു. ഈ സൈഡൊക്കെ ഒക്കെ നല്ല ലുക്കുണ്ട്. ബാക്കിയുള്ള കേക്ക് ഒട്ടിപ്പിടിച്ചു. എന്താണ് ഗൈസ്? അപ്പൊ ഗൈസ്, ഇതാണ് ന്യൂ കണ്ടുപിടുത്തം, നിരഞ്ജൻസ് കണ്ടുപിടുത്തമാണത്. ഇത് ഇസ് കോൾഡ് ഹാഫ് പൈ കേക്ക്. കഴിക്കണോ? ഓവറാക്കി കൈ ചൂടാണമാ. ഹാഫായിട്ട് കടിയിരിക്കുന്നു. ഹാഫായിട്ട് കടിയിട്ടുണ്ട്. ഇത് നമ്മൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പോലേ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇനി ഒരു രക്ഷയില്ല. എല്ലാ കേക്കുകളും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഉണ്ടാക്കിയത് തന്നെ അല്ല ഞാൻ എന്തായാലും ലരിയ ഇട അത്ര ഉള്ളൂ. കഴിഞ്ഞു, പണി കഴിഞ്ഞു, അത്ര ഉള്ളൂ. മനസ്സിലാവുന്നത് നമുക്ക്.
ഇത് ഭയങ്കര ക്രൂഷ്യൽ പാട്ടാണല്ലോ. കേക്ക് ഇങ്ങനെ ആയി പോയോണ്ട് ക്രൂഷ്യൽ പാട്ടാണ്. ഇല്ലെങ്കിലൊക്കെ ഇതൊക്കെ നമുക്ക് ഇതല്ലേ എന്താ പറയാ, പീസ് ഓഫ് കേക്ക്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ക്രീം കൊടുത്തിക്കാൻ പോവാണ്. ഈ കേക്കിൻ്റെ കോലം കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും ഈ കേക്കിന് എന്ത് പറ്റിയെന്ന്. പാവ സാധനം. ഇതിപ്പോൾ നോക്കൂ, എൻ്റെ പ്രശ്നമാണോ അതോ കേക്കിൻ്റെ പ്രശ്നമാണോ എനിക്കറിയില്ല. അപ്പോൾ ഗൈസ് നമ്മളുടെ കേക്ക് ഒട്ടും നന്നായിട്ടില്ല. ബണ്ണ് നന്നായിട്ടുണ്ട്. ഈ ബണ്ണല്ല നമ്മുടെ ഈ കേക്ക് ഭാഗം നന്നായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ വിപ്പിഡ് ക്രീം ഒട്ടും നന്നായിട്ടില്ല. അതെൻ്റെ പ്രശ്നമാണോ അവരുടെ പ്രശ്നമാണോ എനിക്കറിയില്ല. ബിക്കോസ് ഞാൻ അവരുടെ ഇൻഡിക്കേറ്റർ മാതിരി മിൽക്ക് ഞാൻ കുറച്ച് ഒഴിച്ചുള്ളൂ. അവർ പറഞ്ഞ 200 ml ഒഴിക്കണ്ടേ, ഞാൻ 100 ml ഒഴിച്ചുള്ളൂ. 100 ml ഒഴിച്ചുള്ളൂ. എന്നിട്ടാണ് ഈ കോലം. അപ്പോൾ 200 ml ഒഴിച്ചാൽ പിന്നെ എന്തായിരിക്കും കോലം എന്ന് പറയുമോ ഗൈസ് തങ്ങൾക്ക്? അവിടെ ഇത് ദയവായി ട്രൈ ചെയ്യരുത്. ഓക്കെ, ഇപ്പം ഞാനൊന്ന് പോയി റെസ്റ്റ് എടുക്കണം, എനിക്ക് ഹാർട്ട് അറ്റാക്ക്.